എല്ലാവർക്കും നല്ല നമസ്കാരം. ഈ ചാലക്കുടി പുഴ ഇതുപോലെ ഒഴുകുന്ന പോലെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എ.കെ. ലോഹിതദാസ് എന്ന് പറയുന്ന ചലച്ചിത്രകാരൻ്റെ ജീവിതവും. അതായത് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ ഒരു ഗ്രാമീണ വിശുദ്ധി നിറഞ്ഞ സിനിമകളായിരുന്നു. ചെമ്മൺപാത നിറഞ്ഞ വഴിത്താരകളും പച്ചയായ മനുഷ്യരുടെ ജീവിതവും ഇത്രയേറെ ഒപ്പിയെടുത്ത മറ്റൊരു ചലച്ചിത്രകാരൻ ഉണ്ടാവില്ല. ശരിക്കും എ.കെ. ലോഹിതദാസ് എന്ന് പറയുന്ന ലോഹിയേട്ടനെ ചാലക്കുടിക്കാർക്ക് ഇത്രമാത്രം പ്രിയപ്പെട്ടതാക്കുന്നതും ഈ ചാലക്കുടിയുമായി ബന്ധപ്പെട്ട പല പ്രദേശങ്ങളിലെയും ചെറു ജീവിതങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പരിയാരത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടം. അതിനുശേഷം അദ്ദേഹം ചാലക്കുടിയിലേക്ക് വരുമ്പോൾ സാരഥി തിയേറ്ററിലൂടെയൊക്കെ അദ്ദേഹം വളരുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന തലം കർമ്മമണ്ഡലമാക്കുന്നതിന് മുൻപ് എ.കെ. ലോഹിതദാസ് എന്ന് പറയുന്ന ചലച്ചിത്രകാരനും മറ്റൊരു കർമ്മമണ്ഡലം കൂടി ഉണ്ടായിരുന്നു. അതൊരു ലാബ് ടെക്നീഷ്യനായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫയർ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ശ്രീകുമാർ ബിൽഡിങ്ങിൽ ശാന്തി എന്ന് പറയുന്ന ഒരു ലബോറട്ടറി ഉണ്ടായിരുന്നു. ഈ ലബോറട്ടറിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയായിട്ടുള്ള സിന്ധു ചേച്ചി അവിടെ പഠിക്കാൻ വരികയും അവിടെ ജോലി ചെയ്യുകയും അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കിടയിലാണ് അവർ പ്രണയത്തിലാവുന്നതും പിന്നീട് ജീവിത പങ്കാളിയായിട്ട് ലോഹിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പഴയ ജീർണിച്ചൊരു കെട്ടിടം അത് അദ്ദേഹം തന്നെ സ്ഥാപിച്ച MLT എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട സംഗതികളെല്ലാം ഇവിടെ നിന്നും മാറ്റി ഇവിടെ തന്നെ പഠിച്ച ജോലി ചെയ്തിരുന്ന ജെസ്സി എന്ന് പറയുന്ന ടീച്ചർക്കാണ് ലോഹിയേട്ടൻ അദ്ദേഹം സിനിമയിൽ വളരെ സജീവമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നുകൊണ്ട് ഇതെൻ്റെ ചോറാണ്, ഇവിടെ ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും വേണം അത് മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ എന്ന അടിസ്ഥാനത്തിലാണ് ജസ്റ്റ് ടീച്ചർക്ക് ഇത് കൊടുക്കുന്നത്. എന്തായിരുന്നാലും ചലച്ചിത്രകാരനാവുന്നതിന് മുൻപ് എ.കെ. ലോഹിതദാസ് എന്ന് പറയുന്ന ലോഹിതദാസിന് മറ്റൊരു കർമ്മമണ്ഡലം ഉണ്ടായിരുന്നു. ആ കർമ്മമണ്ഡലം ഒരു ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഫീൽഡായിരുന്നു. അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിരുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെക്കുറിച്ചും, കാരണം ഇന്ന് ചാലക്കുടിയിൽ എ.കെ. ലോഹിതദാസ് എന്ന് പറയുന്ന ഈ വലിയ ചലച്ചിത്രകാരനെ ഓർമ്മിക്കാവുന്ന എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൃഹാതുരത്വം നിറഞ്ഞ സ്മരണകളുമായി ഇന്നും ഉയർന്നു നിൽക്കുന്ന ഒരു കെട്ടിടമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പോലീസ് സ്റ്റേഷൻ റോഡിലുള്ള ഈ കെട്ടിടം, ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് MLT എന്ന പേരിൽ ഇപ്പോൾ പാലസ് റോഡിലേക്ക് വേറൊരു കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും എ.കെ. ലോഹിതദാസിൻ്റെ സ്മരണകൾ ചാലക്കുടിയിലുള്ള ഇന്നും വീഴുന്ന സ്ഥിതിയിലാണ് ഈ കെട്ടിടം. പഴയ ജീർണിച്ച അവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ എങ്കിലും ഇന്ന് എടുത്തു കാണിക്കാൻ പറ്റാവുന്ന ഏക സ്ഥാപനമാണ് ഈ MLT എന്ന് പറയുന്ന പഴയ കെട്ടിടം. ഈ സ്ഥാപനത്തെക്കുറിച്ചും അക്കാലഘട്ടത്തിൽ ലോഹിയേട്ടൻ ഇവിടെ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ജെസ്സി ടീച്ചറോട് ചോദിച്ചറിയാം. എ.കെ. ലോഹിതദാസ് എന്ന് പറയുന്ന കഥയുടെ കാണാപ്പുറങ്ങളിലൂടെ പച്ചയായ ജീവിതങ്ങളെ മലയാളികൾക്കും അതുപോലെ തന്നെ ലോക സിനിമയ്ക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത ആ അതുല്യ കലാകാരൻ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞിട്ട് ഇന്നലെ 15 വർഷം പൂർത്തിയായി. ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം. ഈ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പഴയ കർമ്മമണ്ഡലമായ ഈ MLTയെ പറ്റിയും ഈ സ്ഥാപനത്തെ പറ്റിയും ആ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്ന ജെസ്സി ടീച്ചറോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു കഥാകൃത്ത് ചലച്ചിത്രകാരൻ, അദ്ദേഹം സിനിമ കർമ്മമണ്ഡലമാക്കുന്നതിന് മുൻപ് അദ്ദേഹം സ്പർശിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശരിക്കും തൊഴിൽ എന്ന് പറയുന്നത് ലാബ് ടെക്നീഷ്യനായിരുന്നു. ചാലക്കുടിയിൽ ആരംഭിച്ച MLT എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ധാരാളം കുട്ടികൾക്ക് ഈ കോഴ്സ് പഠിപ്പിക്കാനും ഒക്കെ ഉണ്ടായി. ഇന്ന് അതിൻ്റെ ഒരു അവശിഷ്ടം മാത്രമാണ് പോലീസ് സ്റ്റേഷൻ റോഡിൽ നിലകൊള്ളുന്നത്. ടീച്ചർ അവിടെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായിട്ടുള്ളതും പിന്നീട് ആ സ്ഥാപനം ടീച്ചർ വാങ്ങിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ലോഹിയേട്ടനായിട്ടുണ്ടായ ആ കാലഘട്ടത്തിലെ ഏതെങ്കിലും ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ പഠിക്കുന്നത് അവിടെ 79 ഞാനവിടെ പഠിക്കും. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ ഉടനെ സാർ എന്നെ അവിടെ ലാബിൽ ട്രെയിനി ആയിട്ട് നിർത്തിയായിരുന്നു. പിന്നെ കുറച്ച് നാൾ ഞാൻ വേറെയുള്ള ലാബിൽ ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടീച്ചിങ് സ്റ്റാഫ് ഇല്ലാതായിപ്പോഴാണ് പിന്നെ സാർ എന്നെ വിളിക്കുന്നത്. അത് ഒരു 3 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു 84 മുതൽ 85 ജൂണിൽ തുടങ്ങി ഞാനവിടെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നതാണ്. പിന്നെ ഞാനവിടെ ഉള്ളപ്പോൾ സാറ് നാടകത്തിൽ അഭിനയിക്കാനൊക്കെ പോകണത് എനിക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ചിലപ്പോൾ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്, നാടകത്തിലത്തെ ചില കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാടകത്തിൽ അഭിനയിക്കാൻ പോകാറുണ്ട്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ
ഒരു നാടകം എഴുതിയിട്ട് സാറിന് ആ തവണത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്ന് പറഞ്ഞ നാടകം സാറിൻ്റെ ആദ്യത്തെ നാടകരചനയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. ആ നാടകം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സിന്ധു ചേച്ചി അവിടെ പഠിച്ചു? ഉണ്ട്. എൻ്റെ കുറച്ച് ജൂനിയർ ആയിട്ടാണ് സിന്ധു പഠിച്ചിരുന്നത്. പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ പോലെ തന്നെ സിന്ധും അവിടെ ലാബിൽ ഉണ്ടായിരുന്നു. ഇത് സിന്ധു ചേച്ചി ആദ്യം വേറെ ലാബിലായിരുന്നു? ഇല്ല, സിന്ധു പഠിച്ചു കഴിഞ്ഞു. തുടർന്ന് സിന്ധു ശാന്തിയിൽ തന്നെയായിരുന്നു. ശാന്തി എന്നാണ് ലാബിന്റെ പേരായിരുന്നു. സാറിന്റെ ലാബ് ശാന്തിന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് MLT. അപ്പോൾ സിന്ധു അന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് നാൾ വിട്ടുനിന്നു എന്ന് പറഞ്ഞില്ലേ. വിട്ടുനിന്ന് ഞാൻ വെറുതെ വീട്ടിൽ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞു, അങ്ങനെ കുറച്ചാൾ വിട്ടുനിന്നു. പിന്നെ എന്നെ വിളിച്ചിട്ട് വരുമ്പോൾ സിന്ധു, അപ്പോൾ സിന്ധു ഇല്ലേ, കുറച്ച് സാറും സിന്ധുവായിട്ട് ഇഷ്ടത്തിലാണ്. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ വർക്ക് ചെയ്യുമ്പോഴായിരുന്നു സാറിൻ്റെ കല്യാണം സിന്ധുവായിട്ട്. അപ്പോൾ കല്യാണത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഈ നാടകം, ഈ സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്ന് പറയുന്ന നാടകം, ഈ സിന്ധു ചേച്ചിയെ അവിടെ അതിന്റെ കഥയൊന്നും എനിക്കറിയില്ല. പിന്നെ സാറ് നാടകം എഴുതണുണ്ടെന്നും എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ പത്രത്തിൽ വരികയും സാറിന് അവാർഡ് ഉണ്ടെന്ന് സാറ് പറഞ്ഞു. ഞങ്ങളൊന്ന് അവിടെ ഒരു ചെറിയ ആഘോഷമൊക്കെ നടത്തി, അങ്ങനെ ചെറുതായിട്ട്. അപ്പം അങ്ങനെ സാറ് പറഞ്ഞു. അങ്ങനെ എനിക്കറിയുള്ളൂ, അല്ലാണ്ട് സാറ് നാടകം എഴുതണ്ടായിരുന്നു അറിയില്ല. പക്ഷെ അഭിനയിക്കാൻ പോകണ്ടെന്ന് എനിക്കറിയായിരുന്നു. കാരണം പോയി വരുമ്പോൾ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ജോലിക്ക് പോയി വരും. തൃശ്ശൂർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ജില്ലാ ആശുപത്രിയിലാണെന്നാണ് എൻ്റെ അറിവ്. അപ്പം അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ നാടകം എഴുതി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തനിയാവർത്തനം എന്നുള്ള സിനിമയുടെ കഥ എഴുതിയ ആൾ. ആ സിനിമയ്ക്ക് മമ്മൂട്ടിനെ വെച്ച് ചെയ്തൊരു പടമായിരുന്നു. ആ സിനിമയ്ക്ക് സാറിന് നല്ല കഥയ്ക്കുള്ള അവാർഡ് കിട്ടി. എനിക്ക് തോന്നുന്നു മമ്മൂട്ടിക്കും അവാർഡ് ഉണ്ടായിരുന്നു തോന്നുന്നു, വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ സാറിന് അടുത്തടുത്ത് ഓരോ പടങ്ങളായി, എഴുതാപ്പുറങ്ങൾ, അങ്ങനെ ഓരോരോ പടങ്ങളായി. അതൊക്കെ നല്ല ഹിറ്റായിരുന്നു, അതെനിക്കറിയാം. പിന്നെ സാറിന് സിനിമയിൽ തിരക്കായി. അപ്പോൾ സാറ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനായിട്ട് സാറിന് അങ്ങനെ പറ്റാതായി. അപ്പം സാറ് ഒരു ദിവസം അവിടെ അടക്കാനും തുറക്കാനൊക്കെ വരുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ആളെ വിട്ട് എന്നെ വിളിപ്പിച്ചു സാറിൻ്റെ വീട്ടിലേക്ക്. അന്ന് സാറ് കൊരട്ടിയിൽ താമസിക്കണമായിരുന്നു. അപ്പോൾ വെച്ചിട്ട് സാർ പറഞ്ഞു, ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ തുടർന്ന് എനിക്ക് നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ട്. അപ്പം നിങ്ങളാരെങ്കിലും എടുക്കണതാണ് എൻ്റെ സന്തോഷം. കാരണം അതെൻ്റെ ചോറായിരുന്നു. അപ്പം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതെനിക്ക്, നിങ്ങളെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫ് എന്ന് ഉദ്ദേശിച്ചിട്ട് വന്നു. അപ്പോൾ അതാണ് സന്തോഷം, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തലേ ദിവസവും മറ്റേ തൃശ്ശൂരിൽ നിന്ന് ആരോ വന്ന് ചോദിച്ചിരുന്നു. അതാണ് സാറ് പെട്ടെന്ന് വിളിപ്പിക്കാനായിട്ട് കാരണം ഉണ്ടായി. അപ്പം ഞാനാണെങ്കിൽ വീട്ടിൽ ചോദിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അപ്പം എൻ്റെ കൂടെ ഉണ്ടായ ആൾ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞാനത് അങ്ങനെയാണ് സാറെനിക്ക് തന്നല്ലാണ്ട് ഞാനത് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ പോയതൊന്നുമല്ല. സാറിങ്ങനെ പറഞ്ഞു, എനിക്കിനി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരിതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് ആർക്കെങ്കിലും കൊടുക്കണം. അപ്പോൾ ജെസ്സി എടുക്കുകയാണെങ്കിൽ നല്ലത്, എനിക്ക് സന്തോഷം, അങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ ഏറ്റെടുത്തതാണത്. അപ്പം അന്ന് അവിടെ ലാബിൻ്റെ കോഴ്സ് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ എനിക്ക് കിട്ടിയതിന് ശേഷം നമ്മളതിൽ ഫാർമസി, പിന്നെ നഴ്സിംഗ്, എക്സ്റേ, അങ്ങനെ ഓരോ കോഴ്സുകളും കൂടി തുടർന്നുള്ള ഓരോ കൊല്ലങ്ങളിൽ അങ്ങനെ തുടങ്ങി. ഇപ്പം ഇന്ന് വരെയും നമ്മളതങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. ഇപ്പം ആ കെട്ടിടം ഭയങ്കര പഴയതായതുകൊണ്ട് അത് ഇങ്ങനെ ഇടിഞ്ഞൊഴിഞ്ഞ് വീഴാൻ പോണ. അപ്പോൾ പിള്ളേരല്ല അവിടെ ഇരിക്കണത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഓഫീസ് മാത്രം കുറച്ച് നാളെടുത്തിട്ട് പിന്നെ അവിടെ അടുത്തുള്ള റോസ് ടീച്ചറുടെ വീട്ടിൻ്റെ മുകളിൽ ഞങ്ങൾ കുറച്ച് നാൾ ചെയ്തു. പിന്നെ അപ്പോഴേക്കും അപ്പുറത്തൊരു 10 സെൻറ്റ് സ്ഥലം വാങ്ങി ബിൽഡിങ് പണിതു. ഇപ്പം നമ്മൾ ആ ബിൽഡിങ്ങിലാണ് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. ഈ ലോഹിദാസ് എന്ന് പറയുന്ന ഒരു അധ്യാപകനും അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തി കൊണ്ടുപോകുന്ന വ്യക്തി എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞത്? സാറ് ഞാൻ പഠിക്കുന്ന സമയത്ത് സാറ് ക്ലാസ് എടുക്കാൻ വരാറുണ്ട്. സാറിൻ്റെ ക്ലാസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നർമ്മ രസത്തിലാണ് ആളെപ്പോഴും ക്ലാസ് എടുക്കുക. പിന്നെ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് ആള് ഈ ഹാർട്ടൊക്കെ ഇങ്ങനെ ഫോർമാലിനിലൊക്കെ ഇട്ട് വെച്ച ഹാർട്ടൊക്കെ ഇല്ലേ, അത് ഒരെണ്ണം അതിപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ. പണ്ട് സാറുള്ളപ്പോൾ ഉണ്ട്. അപ്പം നമ്മളെ കാണിച്ചു. പിന്നെ മൊയലിന് കാള് കീറൊക്കെ ചെയ്യും. പിന്നെ അപ്പം നമുക്കതിൻ്റെ ഇന്നർ ഓർഗൻസ് നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്നാലും സാർ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതല്ലേ.
പിന്നെ അങ്ങനത്തെ പിന്നെ ഈ മെഡിക്കൽ ഇതായിട്ടുള്ള ക്ലാസ്സുകൾ ആണ് സാധാരണയായിട്ട് എടുക്കുക. നമ്മുടെ സിലബസിലുള്ള വിഷയങ്ങൾ അത് പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഉണ്ട്. അതല്ല ആളെടുക്കുക. ജനറലായിട്ട് മെഡിക്കൽ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ സാറിന് അവിടെ കിട്ടുന്ന സാമ്പിൾസിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞു തരും. വല്ലപ്പോഴൊക്കെ വരും, അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ വരുമൊന്നുമില്ല. ആൾക്ക് ഒഴിവും സമയമുള്ളപ്പോൾ ചിലപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം വരും, ചിലപ്പോൾ ചില ആഴ്ച വന്നില്ല എന്നിരിക്കും. അങ്ങനെയൊക്കെയാണ് ആൾ വന്നിരുന്നത്. പക്ഷേ ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവരോടും, കുട്ടികളോടായാലും ടീച്ചേഴ്സിനോടായാലും. ഇപ്പം എൻ്റെ അനുഭവത്തിൽ തന്നെ ഇപ്പം എന്നെ ഇപ്പം അങ്ങനെ വിളിച്ചുകൊണ്ടുപോയി സാറിന് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പം എന്നെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞപ്പോൾ സാധാരണ ആർക്കായാലും ആരാ വന്നതെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാവുന്നൊരു കാര്യമുള്ളൂ. പക്ഷേ സാറിന് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ആത്മാർത്ഥതയുള്ള ആളുടെ ഒരു ജീവൻ പോലെ ആൾ കൊണ്ടു നടന്ന ഒരു ഇതാണ്. അപ്പോൾ അതുപോലെ കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റുന്ന ആൾക്ക് വിശ്വാസം ഉണ്ടായിട്ടോ എന്തോ എനിക്കറിയില്ല. ആളങ്ങനെ ഏൽപ്പിച്ചത്, അങ്ങനെ പുറത്തൊരാളാവാതെ അവിടെ തന്നെ ആവട്ടെ എന്നങ്ങനെ വിചാരിച്ചിട്ടായിരിക്കണം. അങ്ങനെ എന്നെ ഒരാളെ വിളിപ്പിച്ച് കൊണ്ടുപോയി എന്നെ ഏൽപ്പിച്ചതാണ്. ഞാൻ അതിന് ശേഷം സാർ ആലുവയിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം പോയിട്ടുണ്ട്. ഞാനും ഈ വർഗീസും കൂടി ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഒരു ഞായറാഴ്ച ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, അന്ന് മരിച്ച ദിവസം. അങ്ങനെ അന്ന് ചാലക്കുടി പോയി കണ്ടു. അങ്ങനെ ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവരോടും. ഒരു കാര്യത്തിന് പോലും വഴക്കെന്ന് പറഞ്ഞ ആൾ പറയാറില്ല. ഇപ്പം എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആൾ വിചാരിച്ച പോലെ അല്ലാതെ എന്തെങ്കിലും വന്നാൽ അത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കണ ഒരു രീതിയായിരുന്നു. അല്ലാതെ എന്താ ചെയ്ത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യലുണ്ടായിട്ടില്ല. അത് ഇപ്പം വേറെ ഞാനല്ലാതെ അവിടെ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സിനോടായാലും ഇപ്പോൾ ലാബിൽ വർക്ക് ചെയ്യുന്നവരോടായാലും സാർ അങ്ങനെയാണ്, ഇങ്ങനെ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് അങ്ങനെ ആയാലും അങ്ങനെ പറയുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ദേഷ്യപ്പെട്ട ഒരു മുതലാളി, തൊഴിലാളി അല്ലെങ്കിൽ ഒരു ബോസ് അങ്ങനെ ഇല്ല. അങ്ങനത്തെ ഒരു ഇപ്പം എനിക്ക് പറയുന്ന ഒരു നല്ലൊരു മനുഷ്യനെന്ന് എനിക്ക് പറയാൻ പറ്റുന്നതായിട്ട്. കാരണം സാർ അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം ശരിക്കും. ആളെ ഭയങ്കര നല്ലൊരു മനുഷ്യൻ. ഇനിയിപ്പോൾ സിനിമയിലായി ഇപ്പം അതിൻ്റെ ഒരു ജാടയോ അല്ലെങ്കിൽ അതൊന്നുമില്ല ആൾക്ക്. ഇപ്പോൾ നാടകത്തിൽ അഭിനയം ഒക്കെ ഭയങ്കര രസമായിട്ടൊക്കെ പറയുള്ളൂ, തമാശയൊക്കെ രസമായിട്ടൊക്കെ അങ്ങനെ പറയാം.